ഇന്നൊരു ഞായറാഴ്ച ഏട്ടാ, രാവിലെ 6:30 കഴിഞ്ഞു, നേരം വൈകുന്ന എനിക്ക്. നമുക്ക് ഇന്നത്തെ പരിപാടി പുട്ടും കടല. കറണ്ട് ഇല്ലല്ലേ? ഇപ്പോഴത്താണ് പരിപാടി. ഞാൻ പോയിട്ട് ബീഫ് എടുത്തില്ല കേട്ടോ. നമ്മൾക്ക് ആദ്യമേ ATM പോയിട്ട് പൈസ എടുക്കുക. അപ്പോൾ നമ്മളെ റെയിൽവേകളിൽ കടന്ന ATM കൗണ്ടർ ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് പൈസ എടുത്ത് പോകാം. ചിലപ്പോൾ നമ്മൾ ബീഫ് കട ചെന്നിട്ട് എന്തെങ്കിലും കാരണത്തിൽ എന്തെങ്കിലും ഗൂഗിൾ പേ വർക്കായില്ലെങ്കിൽ പണിയാവില്ലേ? അപ്പോൾ ഇതാകുമ്പോൾ റിസ്ക് ഇല്ലല്ലോ. പൈസ എടുത്ത് നമുക്ക് ബീഫ് അടിക്കാൻ പോകാം. നമ്മൾക്ക് ഈ മേൽപ്പാലം കടന്ന് അങ്ങോട്ട് ചെന്ന ബീഫ് കടത്തേക്ക് നേരെ വണ്ടിയിട്ട് ചെല്ല. പക്ഷേ ഞാൻ റെയിൽവേ ക്രോസിൻ്റെ ഇപ്പുറത്ത് നിർത്തിയിട്ട് നടന്നേ പോവുള്ളൂ. അടിയിൽ റെയിൽവേ ക്രോസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ക്രോസ് ചെയ്തിട്ട് ബീഫ് കടയിലേക്ക് പോകാം. അല്ലെങ്കിൽ നമ്മൾ വണ്ടിയിട്ട് അപ്പുറത്ത് കൂടി കറങ്ങി റോഡൊക്കെ ക്രോസ് ചെയ്തിട്ട് വരണം. അപ്പോൾ നമ്മൾ ബീഫൊക്കെ ആയിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി ഗ്ലാസ് കട്ടൻ കുടിക്കാം. ഗ്ലാസ് കട്ടൻ കുടിച്ചിട്ടാണ് പോയത്. എന്നാലും ഒരു ഗ്ലാസും കൂടി കുടിക്കാം. വന്ന ക്ഷീണം, മഴക്കല്ലേ. പുട്ടിൻ്റെ പൊടിയൊക്കെ കുഴച്ചിട്ടുണ്ടാ, തിരുമിച്ചിട്ടുണ്ടാ? പുട്ടായ കടല എനിക്ക് എന്നാ ശരിയായിക്കോട്ടെ. അവന് കളിയുണ്ടല്ലേ, അത് കുടിച്ചിട്ട് ശരിയായി തരാം. നമുക്ക് കടലക്കറി ഡ്യൂട്ടി ഇരിക്കുക. അപ്പോൾ കടലക്കറി ഉണ്ടാക്കണം. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണക്കൊക്കെ ഭയങ്കര വില. അപ്പം സൺഫ്ലവർ ഓയിലാക്കി. വെളിച്ചെണ്ണ അത്യാവശ്യ ഘട്ടം, ഇറച്ചി മീൻ എന്നിവ ഉപയോഗിക്കുമ്പോൾ മാത്രം. പറയാൻ സാധ്യല്ല. അതൊന്നും ആൾക്കാർ ചെയ്യുന്നത് ഇപ്പൊ തലയിലൊക്കെ പറ്റത്ര ഉണ്ട്. ആൾക്കാരെക്കാളും വിലയുള്ള ആൾക്കാർ ഓയിലൊക്കെ വിളിച്ച ആൾക്കാർ പറ്റണം. അപ്പോൾ നമ്മൾ കടലക്കറി റെസിപ്പി പ്രത്യേകമായിട്ട് എടുത്ത് കാണിക്കണില്ല. വെറുതെ ഫാസ്റ്റായിട്ട് എടുത്ത് വെറുതെ കാണിക്കണുള്ളൂ. നമ്മളിപ്പോൾ ഒരു വിശേഷം പോലെ ആണ് കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ റെസിപ്പി ആയിട്ടൊന്നും കാണിക്കണില്ല. അപ്പോൾ നമുക്ക് നേരെ ഇനി വീഡിയോയിലേക്ക് പോകാം. കടലക്കറി ഫാസ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് നമുക്ക് ഞായറാഴ്ചയായിട്ടും പണി കിട്ടാം. ഇപ്പോൾ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വേണം. ഉച്ചര ഒരു പണിയുണ്ട്, ഒരു അർജൻറ്റ് പണി. അപ്പോൾ ഞായറാഴ്ച ചെയ്ത് കൊടുക്കണം. ബീഫൊക്കെ ചെറിയ കഷ്ണങ്ങളല്ലേ. അപ്പോൾ ഇത് കഴുകി ഉപ്പും മഞ്ഞപ്പൊടി വേവിച്ച് വെച്ചേക്കാം. ശരി, നെയ്യാണ് ഇടിച്ചതാ. കുറച്ച് നെയ്യ് വേണം ബീഫിന്. ചില ആൾക്കാർക്ക് പേടിയാ. ശരി. എനിക്ക് തൃശ്ശൂർ ആകാൻ തിയേറ്ററിൻ്റെ ബാക്കിൽ ഒരു ബിൽഡിങ്ങിലാണ് പണി. ഒരു ചെറിയൊരു ഓഫീസ് റൂം അടിച്ചു കൊടുക്കാൻ. അപ്പോൾ എന്തായാലും ഇവിടത്തോളം വന്നതല്ലേ, നമുക്ക് എന്തൊരു റൗണ്ടൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം. നമുക്ക് സംഭവം ഞാനെപ്പോഴും കാണാനാണ്.
അപ്പോൾ നല്ല മഴ പെയ്തോട്ടെ, നമുക്ക് തടസ്സമില്ല, നമുക്ക് അകത്താണ് പണി. അപ്പോൾ ഇത്രയുള്ള വീഡിയോ, ചെറിയ കാഴ്ചകൾ, വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ചങ്കുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.